ഫിഫ അറബ് കപ്പ് സെമിയിൽ UAE തകർത്ത മൊറോക്കോ ഫൈനലിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അറ്റ്ലസ് ലയൺസിന്റെയും ജയം. സൗദിയും ജോർഡനും തമ്മിലുള്ള രണ്ടാം സെമി പുരോഗമിക്കുകയാണ്. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, അതിഗംഭീരമായ ഫൈനൽ പ്രവേശനം നടത്തിയിരിക്കുകയാണ് മൊറോക്കോ. ഒപ്പം സൗദിയും ജോർഡനും തമ്മിലുള്ള രണ്ടാം സെമി എങ്ങനെ പുരോഗമിക്കുന്നു? ദിവ്യ, സൗദിയും ജോർഡനും തമ്മിലുള്ള രണ്ടാം സെമി നിലവിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നത്തെ ആദ്യത്തെ സെമി ഫൈനൽ മത്സരം നടന്ന ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ മൊറോക്കോയും UAEയും തമ്മിലായിരുന്നു മത്സരം. ഈ മത്സരം ഏകപക്ഷീയമായ 3 ഗോളിന് മൊറോക്കോ, ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കാവുന്ന ടീം മൊറോക്കോ, ഗംഭീരമായി തന്നെ ഫൈനലിലേക്ക് പ്രവേശനം നേടുന്നു. 28ാമത്തെ മിനിറ്റിൽ അവരുടെ എൽ ബെർക്കോ എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കർ ഒരു ഹെഡറിലൂടെയാണ് ആദ്യ ഗോൾ നേടിയത്. കളിയുടെ ആദ്യ പകുതി നമ്മൾ വിലയിരുത്തുമ്പോൾ പന്തിൻ്റെ പൊസിഷനും അതുപോലെ ഗെയിമിൻ്റെ കൺട്രോളും സമ്പൂർണ്ണമായി മൊറോക്കോയുടെ കാലിൽ തന്നെയായിരുന്നു. അവർക്ക് സമ്പൂർണ്ണമായി കളി നിയന്ത്രിച്ചു. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ മൊറോക്കോ ഒന്ന് പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. ഇത് മുതലെടുത്ത് UAE ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചു. UAE സമ്പൂർണ്ണമായ മൊറോക്കോയുടെ ഒരു ഫൈനൽ തേടി നിരന്തരമായി റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നു, നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. എങ്കിലും മൊറോക്കൻ പ്രതിരോധം ഒരു ഘട്ടത്തിൽ പോലും ഒലഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു ആക്രമണത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ കൗണ്ടർ അറ്റാക്കിലൂടെ 83ാം മിനിറ്റിൽ മൊറോക്കോ വീണ്ടും ഒരു ക്ലിനിക്കൽ ഫിനിഷിലൂടെ ഗോൾ കണ്ടെത്തുന്നു. അത് മാത്രമല്ല, കളി അവസാനിക്കാൻ അധിക സമയത്തേക്ക് നീണ്ട സമയത്ത് 92ാം മിനിറ്റിൽ മൊറോക്കോ വീണ്ടും ഗോൾ നേടുന്നു. ഇങ്ങനെ രണ്ടാം പകുതിയിൽ ഒരു ആക്രമണത്തിലേക്ക് തിരിഞ്ഞ മൊറോക്കോക്ക് കൗണ്ടർ അറ്റാക്കിലൂടെ 2 ഗോളുകൾ തിരിച്ചടിച്ച് മൊറോക്കോ എതിരില്ലാത്ത 3 ഗോളിന് UAEയെ തോൽപ്പിച്ച് ഫിഫ അറബ് കപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു എന്നുള്ളതാണ്. ഇവിടെ നിറയെ ആരാധകരുണ്ടായിരുന്നു. നമ്മൾ TV വിഷ്വലിൽ കണ്ട പോലെ തന്നെ മൊറോക്കൻ ഫാൻസ് എന്ന് പറയുന്നത് വളരെ ഗംഭീരരായിട്ടുള്ള, വളരെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള, വളരെ അൻചാൻറ്റിക് ആയിട്ടുള്ള ഫാൻസാണ്. ഈ ഫാൻസിൻ്റെ ഒരു വലിയ ആഘോഷം ഇവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മോട് സംസാരിച്ചു. അവർ നാളെ കപ്പ് ഉയർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും ഇന്നത്തെ സൗദിയും ജോർഡാനും തമ്മിലുള്ള രണ്ടാം സെമി ഫൈനൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഖോറിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൻ്റെ വിജയിയാണ് അടുത്ത കലാശ പോരാട്ടത്തിൽ മൊറോക്കോക്ക് നേരിടാനുണ്ടാകുക. ദിവ്യ, ശരി, മുഹമ്മദ് അബ്ബാസാണ് വിശദാംശങ്ങൾ നൽകിയത്.